ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പവർ ടീമുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത് ഡെൻ ടീമാണ്. ടോട്ടൽ ഈ ഹോട്ടൽ ടാസ്കിൽ വിൻ ചെയ്തിരിക്കുന്നത് ഡെൻ ടീമാണ്. നമ്മുടെ സ്വന്തം ജിൻഡോ, ശ്രീടു ആൻഡ് അർജുനാണ് നമ്മുടെ ഡെൻ ടീമിലുള്ളത്. ഇവരാണ് നമ്മുടെ പവർ ടീമുമായിട്ട് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത്. ശരിക്കും ടാസ്ക് മനസ്സിലാക്കി കളിച്ച ഒരേ ഒരു ടീം ഡെൻ ടീമാണെന്ന് തന്നെ പറയാം. സോ അതുകൊണ്ട് തന്നെ വളരെ ഡിസ്റ്റർബിംഗ് ആണ് അവർ പവർ ടീമിലോട്ട് പോകാനായിട്ട്. അപ്പം അവർക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ് 485 ആണ്. ആൻഡ് നെസ്റ്റിന് 305 ആണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ പവർ ടീമിലേക്കുള്ള ഫസ്റ്റ് ടാസ്കും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 3 ടാസ്കുകളാണ് ഉണ്ടാകുന്നത്. അതിൽ ഫസ്റ്റ് ടാസ്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന പവർ ടീമിൽ നിന്ന് റസ്മിനും ഡെൻ ടീമിൽ നിന്ന് അർജുനും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ വളരെ നന്നായിട്ട് രണ്ടുപേരും കളിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഓരോ ടേബിൾ കൊടുത്തിട്ടുണ്ടാകും. ആ ടേബിൾ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഉണ്ടാകും. സോ ആ ഹോൾസിലേക്ക് ബോൾസ് ഇടുക. ആരാണോ ഫസ്റ്റ് ഇടുന്നത് അവരാണ് വിൻ ചെയ്യുന്നത്. സോ റസ്മിൻ ആയിരുന്നു ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റസ്മിൻ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. റസ്മിൻ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ എല്ലാവരും ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ റസ്മിൻ്റെ ഒരു ബോൾ കാണാതാവുകയും അതിനുവേണ്ടി അവൾ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. കാരണം ബോൾ അവിടെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. ആ സമയം കൊണ്ട് അർജുൻ പതുക്കെ ഓരോന്നായി ഇട്ടു. അർജുൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയും അർജുൻ വിൻ ചെയ്യുകയാണ് ഉണ്ടായത്. രണ്ടുപേരും നന്നായി പെർഫോം ചെയ്തു. ബട്ട് ഒരു ലക്ക് ഫാക്ടർ കൊണ്ടാണ് നമ്മുടെ അർജുൻ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. ആ ബോൾ കാണാതെ പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ റസ്മിനായിരുന്നു ഈ ടാസ്ക് വിജയിക്കേണ്ടിയിരുന്നത്. റസ്മിനും ഭയങ്കര അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തത്. എന്തായാലും ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഡെൻ ടീമാണ് വിൻ ചെയ്തിരിക്കുന്നത്. ഈ 2 ടാസ്കുകൾ കൂടെ ഉണ്ട്. അതിൽ ആരാണോ വിൻ ചെയ്യുന്നത് അവരായിരിക്കും പവർ ടീമിലേക്ക് കയറുക. അപ്പോൾ അത് ജിൻഡോയുടെ ടീം കയറുമോ അല്ലെങ്കിൽ പവർ ടീം അവരുടെ പവർ നിലനിർത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതുവരേക്കും ബൈ ബൈ.